ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു തമിഴ്നാട് സ്പെഷ്യൽ പരിപ്പുണ്ട കുളമ്പ് അല്ലെങ്കിൽ പരിപ്പുണ്ട കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, 1/2 കപ്പ് കടലപ്പരിപ്പ്, ഇത് രണ്ട് നമ്മൾ രാത്രിയിലെ കുതിർത്തിട്ടതാണ്. ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് സ്മൂത്ത് ആവുകയും വേണ്ട കേട്ടോ, കാരണം നമുക്കതൊരു ഉണ്ടയായിട്ട് എടുക്കുന്ന പോലെ, ഒന്ന് ചതച്ച് എടുക്കുന്ന പോലെ വെള്ളം ഒഴിക്കാതെ നമ്മളൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ ഒരുപാട് കുഴമ്പായി പോയാൽ നമുക്കത് ഉണ്ട പോലെ ആക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത് ചതച്ചത് കൂടെ അതിനകത്തോട്ട് ഇടുകയാണ്. അതിൻ്റെ കൂടെ മല്ലിയിലയും. അപ്പോൾ ഇതെല്ലാം ചതച്ച് ഒന്നിച്ചിട്ടതിന് ശേഷം നമുക്കിനി ഇത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ബോളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബോളാക്കി എടുത്ത് നമ്മൾ ഓവറായിട്ട് അരച്ചു പോയാൽ അത് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇനി ഉണ്ട കെട്ടാതെ കുറച്ച് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ, അത് കറിയിൽ ചേർക്കാനാണ്. ഇപ്പോൾ ഇത് ആവി കയറ്റി എടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെക്കുക. അതിനകത്തോട്ട് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് കടുകിടുക. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ ജീരകം കൂടെ ഇടണം. ഇതിനി അതൊന്ന് സോട്ടേ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇടാം. ഇനി അടുത്തതിനകത്തെന്ന് പറയുന്നത് ഒരു കപ്പോളം ചെറിയ ഉള്ളി തൊലിച്ച് അതൊന്ന് രണ്ടായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടണം. എന്നിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് വരട്ടി അതൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക്, എന്ന് വെച്ചാൽ ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് മുഷിയാവുന്നവരെ നമുക്കതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയും. പിന്നെ അടുത്തത് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അല്ല കേട്ടോ, നല്ല എരിവുള്ള മുളക് പൊടി 2 സ്പൂണ്. അതിൻ്റെ കൂടെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മസാലയുടെ മണം പോകുന്നവരെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ നമ്മൾ ഉണ്ട പിടിക്കുന്നതിന് കുറച്ച് മാറ്റി വെച്ചില്ലായിരുന്നു, അതുകൂടി ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി കുറച്ച് നേരം ഇത് വേഗം വെക്കണം. അപ്പോൾ ഇനി കറി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചുകൂടെ നല്ല വെള്ളം പോലെ വേണം ചോറിന് വേണ്ടിയിട്ടാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിൻ്റെ ഉണ്ടകളെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പരിപ്പ് കറി, ദാൽ കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല ഹെൽത്തിയാണ്. ഇതിനകത്തുള്ള ഒരു പരിപ്പുണ്ട മതി നമുക്ക് ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പം മീനൊന്നുമില്ല എന്നാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഈ കറിയൊക്കെ എടുക്കാം. ഇതിനകത്തൊരു ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹൈ പ്രോട്ടീൻ വെജ് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.